സ്നേഹമുള്ളവരെ, വിശുദ്ധ മരണത്തിന് നാൾ ആഘോഷിക്കുക. ആരാലും അറിയപ്പെടാതെ മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞു പ്രവർത്തിച്ചവരായിരുന്നു വിശുദ്ധ യോസേഫ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികമൊന്നും വിശുദ്ധ യോസേഫ് സംസാരിക്കുന്നില്ല. രക്ഷകന്റെ വളർത്തച്ഛനായിരുന്നിട്ടും വലിയ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വിശുദ്ധ യോസേഫിനെ കുറിച്ചൊന്നും ഈ വിശുദ്ധ ഗ്രന്ഥം അധികമൊന്നും പരാമർശിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഒരു സാധാരണക്കാരനായ ഒരു പച്ച മനുഷ്യൻ, എന്നാൽ ഓരോ ദിവസവും പലപ്പണി ചെയ്ത് അധ്വാനിച്ച് തന്റെ കുടുംബം ഊട്ടിപ്പുലർത്തുന്നതായിട്ടാണ് നാം കാണുക. ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് അറിയിക്കണമെന്ന് രക്ഷകന് സംരക്ഷണമേകുവാനുമാണ് വിശുദ്ധ യോസേഫ് പിതാവ് ജീവിച്ചിരുന്നത്. അതിനുവേണ്ടി മാത്രം തന്റെ ജീവിതം മാറ്റിവെച്ചവനായിരുന്നു വിശുദ്ധ യോസേഫ് പിതാവ്. അദ്ദേഹത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ഊന്നി പറയുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോസേഫ് പിതാവ് ഒരു കുറ്റബോധമുള്ളവനായിരുന്നു. വിശുദ്ധ യോസേഫ് പിതാവ് ഒരു കുറ്റബോധമുള്ളവനായിരുന്നു. തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് മക്കളെ വാർത്ത അറിയിക്കുമ്പോൾ മണവാളനായ വിശുദ്ധ യോസേഫിനെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ദൈവദൂതൻ സന്ദേശമായി അറിയിച്ചപ്പോൾ യോസേഫ് പിതാവ് തന്റെ ഭാര്യയെ ആദ്യം രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ ഒരു കുറ്റബോധം യോസേഫ് പിതാവിനുണ്ടായിരുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് എന്ന ഒരു നോവൽ, ആ നോവലില് വിശുദ്ധ യോസേഫിനെ കുറിച്ച് പറയുന്നത് യോസേഫ് പിതാവ് ജീവിതത്തിലുടനീളം ഒരു കുറ്റബോധമുള്ളവനായിരുന്നു എന്നാണ്. അത് പറയുക ഒരു നീതിമാന്റെ കുറ്റബോധമാണ്. ഒരു നീതിമാന്റെ കുറ്റബോധം ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് മറിച്ച് ചിന്തിച്ചു പോയെങ്കിലുള്ള ഒരു കുറ്റബോധം. ഒരിക്കലും യോസേഫ് പിതാവ് തെറ്റു ചെയ്തിട്ടില്ല, മറിച്ച് ദൈവിക പദ്ധതികളെ മറിച്ച് ചിന്തിച്ചല്ലോ എന്നുള്ള ഒരു നീതിമാന്റെ കുറ്റബോധം. നസ്രത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഒരുമിച്ച് പരസ്പരം സ്നേഹത്തില് ഒരുമിച്ച് ജീവിക്കാമെന്ന വാഗ്ദാനം ചെയ്തിട്ട് മാസങ്ങൾക്ക് ശേഷം അതേ സ്നേഹത്തിന്റെ ആഴത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന സമൂഹത്തിന്റെ ഇടയിലാണ് വിശുദ്ധ യോസേഫ് പിതാവ് ഒരു മാതൃകയായി മാറുക. ഭാര്യയെ സ്നേഹിക്കുവാനും ഭർത്താവിനെ സ്നേഹിക്കുവാനും മക്കളെയും സഹോദരങ്ങളെയും അമ്മയെയും ഒക്കെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ യോസേഫ് പിതാവ് ഒരു മാതൃകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയും ഒക്കെ വേണ്ട രീതിയിൽ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ ഈ നീതിമാന്റെ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവണമെന്ന് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാമത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് വലുതാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും നോക്കുന്നില്ല എങ്കിൽ അവരെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ മക്കൾക്ക് കുറ്റബോധം ഉണ്ടാവണം. അതാണ് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. വിവാഹം കഴിച്ച പെണ്ണിനെയും ജനിപ്പിച്ച മക്കളെയും വേണ്ട രീതിയിൽ പരിചരിക്കാതെ മുഖറ്റം കുടിച്ചു വന്ന് രാത്രിയിൽ വന്ന് ഉപദ്രവിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാവണം. മാതാപിതാക്കളുടെ സ്നേഹം പറഞ്ഞുകൊണ്ട് അവരറിയാതെ തെറ്റായ ബന്ധങ്ങളില് മധ്യസ്ഥം മയക്കുമരുന്നതൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കളുണ്ടായെങ്കിൽ കുറ്റബോധം ഉണ്ടാവണമെന്ന് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് യോസേഫ് പിതാവ് ഒരു ഭാഗ്യപ്പെട്ട മനുഷ്യനായിരുന്നു. വിശുദ്ധ യോസേഫ് പിതാവിന് നൽകുന്ന വിശേഷ ഗുണങ്ങൾ നിരവധിയാണ്.
നീതിമാനെന്നും സ്വപ്നം കാണുന്നവരെന്നും നല്ല അപ്പനെന്നും നല്ല തൊഴിലാളിയെന്നും തിരുകുടുംബത്തിന്റെ പാലകരെന്നും തിരുകുടുംബത്തിന്റെ കാവൽക്കാരനെന്നും മധ്യസ്ഥനെന്നും സംരക്ഷകനെന്നും ഇങ്ങനെ ഒരു നീന്തരം തന്നെ നാം വിശുദ്ധ യോസേഫിന് വിശേഷണമായി കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വടക്കവാസ പുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്ന വിശേഷണം വളരെ സുന്ദരമായ ഒരു വിശേഷണമാണ്. ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേഫ്. ഒരു ലോട്ടറി അടിച്ചതുകൊണ്ടല്ല വിശുദ്ധ യോസേഫിനെ ഭാഗ്യപ്പെട്ട യോസേഫ് എന്ന് വിളിക്കുക. നമ്മുടെ നാട്ടിൽ ആരെയാണ് നാമൊക്കെ ഭാഗ്യപ്പെട്ടവൻ ഭാഗ്യവാനെന്ന് വിളിക്കുക? ഏറ്റവും വലിയ ലോട്ടറി എടുത്ത് കോടികൾ അടിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളെ നാം ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കും. എന്നാൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഇടയിലുള്ള പൊതുപണക്കാരെയും അല്ലെങ്കിൽ അന്യനാടുകളിൽ പോയി അല്പം പണമൊക്കെ ഉണ്ടാക്കി വന്ന് പത്രാസം കാണിക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ ഭാഗ്യവാനെന്ന് വിളിക്കും. എന്നാൽ വിശുദ്ധ യോസേഫ് പിതാവിനെ ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കുന്നത്, ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ലോട്ടറി അടിച്ചതുകൊണ്ടോ അദ്ദേഹം വലിയ ധനവാനായിരുന്നതുകൊണ്ടോ അല്ല. ഇതൊക്കെ സാധാരണക്കാരനായ ഒരു യോസേഫിന് ഇത്രമാത്രം യോജിച്ച ഒരു പേര് നൽകുന്നവരെങ്കിൽ ദൈവത്തിന്റെ വളർത്തുപിതാവും സംരക്ഷകരുമായി മാറ്റപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ വളർത്തുപിതാവായിട്ട് ഭാഗ്യപ്പെട്ട യോസേഫ് പിതാവിനെ മാറ്റിയതുകൊണ്ടാണ് ഭാഗ്യപ്പെട്ടവരെന്ന് വിശുദ്ധ യോസേഫിന് പേര് വീണത്. അവിഹിതത്തിന്റെ മുൻമുറയിൽ നിൽക്കുന്ന സ്ത്രീയെ തന്റെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്നവരാണ് വിശുദ്ധ യോസേഫ്. ശത്രുക്കളായ ശത്രുക്കളൊക്കെ കൊത്തിയടക്കപ്പെട്ടപ്പോൾ നാണമില്ലാത്ത ഒരു ഊരുതണ്ടിയെ പോലെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നവനാണ് വിശുദ്ധ യോസേഫ്. ചാണകത്തിലും വൈക്കോൽ കൂട്ടത്തിലും ഒക്കെ ഇടയിൽ തന്റെ ഭാര്യയ്ക്ക് വിളക്കുവാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഒരു വൈകാട്ടിയെ പോലും കണ്ടെത്തുവാൻ സാധിക്കാതെ കണ്ണീരൊഴുക്കി കാത്തു നിൽക്കേണ്ടി വന്നവനാണ് വിശുദ്ധ യോസേഫ് പിതാവ്. പ്രസവശേഷവും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ച് കണ്ണീരൊഴുക്കി കൊണ്ടുനിന്ന വിശുദ്ധ യോസേഫ് പിതാവ് ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കപ്പെടുന്നതെങ്കിൽ ദൈവപുത്രന്റെ വളർത്തുപിതാവാകുവാനായിട്ട് സംരക്ഷകനാകുവാനായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. ജീവിതത്തിന്റെ ഒരു രാത്രി പോലും നന്നായി ഇറങ്ങുവാൻ സാധിക്കാതെ കരയാത്ത ഒരൊറ്റ ദിവസം പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും വേണ്ട രീതിയിൽ സംരക്ഷിക്കുവാൻ കഴിയാതെ പോയതിനുള്ള ഒരു ബുദ്ധബോധം, ഒരു നീതിമാന്റെ ബുദ്ധബോധം. പിന്നെ എന്തുകൊണ്ടാണ് ഭാഗ്യപ്പെട്ട യോസേഫ് എന്ന് വീണ്ടും വീണ്ടും നാം ആവർത്തിച്ചു വിളിക്കുക? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ കണ്ണിൽ ഭാഗ്യപ്പെട്ടവരാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ശാന്തശീലരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുകയും അവഹേളനങ്ങൾ ഏൽക്കുകയും ചെയ്യുമ്പോൾ, ആരോപണങ്ങൾ ഏറ്റുവാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭാഗ്യവാന്മാരെ വിളിക്കപ്പെടുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് വേദനിക്കുന്നവരാണോ? സഹനങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും ഓർത്ത് കഴിയുന്നവരാണോ? എന്നാൽ ദൈവം നിങ്ങളോടും പറയാം, ഇന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന്. ലോകം വച്ചു കിട്ടുന്ന ഭാഗ്യം ഒരു സുനാമിയെ കൊണ്ടോ ഒരു കൊടുക്കാരോ കൊണ്ടോ ഒരു വെള്ളപ്പൊക്കം കൊണ്ടോ തീർന്നു പോകാം. എന്നാൽ ക്രിസ്തുവിന്റെ കണ്ണിലെ ഭാഗ്യപ്പെട്ടവൻ എന്നും നിലനിൽക്കുന്ന വ്യക്തിയാണ് എന്ന് ഈ യോസേഫ് പിതാവിന്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വിശേഷണം നമുക്ക് പറയുവാൻ സാധിക്കുക. നമ്മൾ നമ്മുടെ ധ്യാനത്തിന്റെ വേളയിൽ നമ്മൾ കണ്ടതാണ് വിശുദ്ധ യോസേഫ് പിതാവ് ഒരു നല്ല അപ്പനായിരുന്നു. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല അപ്പന്മാരാണ്, നല്ല അമ്മമാരാണ്, നല്ല ഭാര്യമാരാണ്, നല്ല ഭർത്താക്കന്മാരാണ്, നല്ല സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ്. എന്നാൽ ഒരു നല്ല അപ്പൻ, ഒരു നല്ല അമ്മ, ഒരു നല്ല സഹോദരൻ, ഒരു സഹോദരി ആകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. നല്ല ഒരു സഹോദരനോ നല്ല ഒരു അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആകണമെങ്കിൽ
കൊടുത്തുകൊണ്ട് വിശുദ്ധ യോസേഫിനെ പോലെ മക്കളെ നന്നായി വളർത്തുന്ന, വിശുദ്ധിയിൽ വളർത്തുന്ന നല്ല ഒരു അപ്പനാകണം, ഒരു അമ്മയാകണം നാം ഓരോരുത്തരും. മക്കൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ സ്വാതന്ത്ര്യവും അമിതമായ ധാരണയും നൽകി വളർത്തുന്ന മാതാപിതാക്കന്മാർ അവരെ വളർത്തുന്നതിന് പകരം ഒരുപക്ഷെ അവരെ തളർത്തുകയല്ലേ ചെയ്യുക എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ഡാഡി കള്ളം പറയുന്നു എന്ന ഒരു ചിത്രീകരണമുണ്ട്. അതിൽ ഒരു കൊച്ചുകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടി പറയുന്നത് ഇപ്രകാരമാണ് തന്റെ അപ്പനെ കുറിച്ച്: തൊഴിലില്ലാത്തപ്പോൾ തൊഴിലുണ്ട് എന്ന് എന്റെ ഡാഡി കള്ളം പറയാറുണ്ട്. ഹോട്ടലിൽ എന്നെയും കൊണ്ട് കയറുമ്പോൾ വിശപ്പുണ്ടായിരുന്നിട്ടും വിശപ്പില്ല എന്ന് എന്റെ ഡാഡി എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ക്ഷീണമുള്ളപ്പോഴും ക്ഷീണം തോന്നുമ്പോഴും ക്ഷീണമില്ല എന്ന് ഞങ്ങളെ കാണിക്കുവാനായിട്ട് ഡാഡി ക്ഷീണമില്ല എന്ന് പലപ്പോഴും ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്റെ അപ്പൻ കള്ളം പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, എന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, എന്റെ നിർവൃതിക്ക് വേണ്ടിയാണ്, എന്റെ ആനന്ദത്തിന് വേണ്ടിയാണ് എന്റെ അപ്പൻ എന്നോട് കള്ളം പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേഫിതാവിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള അപ്പന്മാരെ ഓർക്കുന്നത് നല്ലതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സഹനാനുഭവങ്ങളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും വിരഹവേദനകളിലൂടെയും സങ്കടത്തിന്റെ മുഹൂർത്തത്തിലെയും ഒക്കെ കടന്നു പോകുമ്പോൾ സ്വയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ ഞാൻ എന്റെ കടമ മാത്രം നിർവഹിച്ചതേയുള്ളൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു അപ്പൻ നമ്മുടെ കുടുംബങ്ങളുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. തന്റെ കുടുംബത്തിലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്വയം എല്ലാം വേട്ടായെന്ന് വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോഴും പ്രിയമുള്ളവരെ, തിരുകുടുംബത്തിന്റെ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും മറ്റുള്ള കുടുംബാംഗങ്ങളെയും തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളെയും കുടുംബത്തെയും സന്തോഷത്തിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ അപ്പൻ. അങ്ങനെയുള്ള ഒരു അപ്പനായി മാറുവാനായിട്ടാണ് ഈശോ ഇന്ന് ഓരോരുത്തരെയും വിളിക്കുക. വിശുദ്ധ യോസേഫിതാവിന്റെ ഈ തിരുനാള് നമ്മെ ഓർമ്മപ്പെടുന്നതും വിശുദ്ധ യോസേഫിനെ പോലെ ഭാഗ്യപ്പെട്ട ഒരു അപ്പനായി തീരുവാനായിട്ട്, ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് നിർമ്മിച്ചായിട്ട് നമുക്ക് ഓരോരുത്തർ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും